വിനയാനന്ദയെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിച്ചത് ഗുരുവായ ഐശ്വര്യയാണ്. വിനയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയതും പഠിപ്പിച്ചതുമൊക്കെ ഐശ്വര്യ തന്നെ. വിശേഷങ്ങൾ കാണാം. ശിഷ്യയ്ക്ക് കാവലാണ് ഗുരുവെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും ഹയർ സെക്കൻഡറി സ്കൂൾ നാടോടി നൃത്ത മത്സരം നടക്കുന്ന വേദിയിൽ നിന്നാണ് അങ്ങനെ ഒരു ഗുരുവിനെയും ശിഷ്യയെയും ഞാൻ കണ്ടെത്തിയത്. നിങ്ങൾക്ക് കൂടി ഞാൻ ആളുകളെ പരിചയപ്പെടുത്താം. അവർ തന്നെ പരിചയപ്പെടുത്തട്ടെ അല്ലേ? പേരെന്തായിരുന്നു മോളുടെ? വിനയനന്ദ. ടീച്ചറുടെ പേരെന്താണ്? ശരിയാ. എങ്ങനെ ഉണ്ടായിരുന്നു നാടോടി നൃത്തം? നന്നായിട്ട് കളിക്കാൻ പറ്റിയോ? നന്നായി കളിക്കാൻ പറ്റി. വിചാരിച്ച പോലെ തന്നെ പ്രാക്ടീസ് ടൈമിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയെന്ന് തോന്നിയോ കളിച്ചിറങ്ങിയപ്പോൾ? തോന്നിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെയായിരുന്നു കളിച്ചത്. എല്ലാവരും എന്താ പറഞ്ഞേ? എല്ലാവരും കളിച്ച നന്നായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. കണ്ടതെല്ലാവരും പറഞ്ഞു. ഇനി കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറാണ് ഇവിടെ ശിഷ്യയ്ക്ക് കാവലായിട്ട് എല്ലാം കൊണ്ട് നിൽക്കുന്നത്. ടീച്ചർ തന്നെ അക്കാര്യം പറയും. പറഞ്ഞോളൂ. നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യം മുതലേ ആഗ്രഹമുണ്ടായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇവിടം വരെ എത്താൻ സാധിച്ചു. ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചറാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ അതെ. പഠിപ്പിക്കുന്നത് സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഡ്രസ്സിൻ്റെ മേക്കപ്പിന് അങ്ങനെയുള്ള ചിലവുകളൊക്കെ അവർ തന്നെ ചെയ്യും. പിന്നെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട്. പഠിപ്പിക്കുന്നത് കുട്ടിയുടെ കഴിവ് കണ്ട് അങ്ങനെ മോൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തുകൊണ്ട് പഠിപ്പിക്കും. വേറെ കുട്ടികളെ ഇങ്ങനെ എന്താ പറയുക, കലോത്സവ വേദിയാണ്, സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അപ്പം അങ്ങനെ ഒരു വേദിയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് കഴിവുള്ള പിള്ളേർ അവിടെ എത്തിച്ചേരണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പം അങ്ങനെ എത്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ കഴിവുള്ള കുട്ടികൾ എന്തായാലും ഈ ഒരു വേദിയിലേക്ക് എത്തണം. അപ്പോൾ ഇതുപോലെ വേറെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നാടോടി നൃത്തം ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് ശനിയാഴ്ച. പിന്നെ ഇപ്പം 4-5 വർഷമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സഹായിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, എല്ലാ വർഷവും ഇവിടെ സംഘനൃത്തമൊക്കെ കളിക്കാനായിട്ട് വരാറുണ്ടല്ലേ? ഇത്തവണ ആദ്യമായിട്ടാണ് നാടോടി നൃത്തത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങാനും ഉണ്ടായിരുന്നോ? അല്ല, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി ഇപ്പോൾ ഫസ്റ്റ് കിട്ടി. അതിന് എന്തായാലും എല്ലാ വിജയാശംസകളും നേരുവാണ്. എന്താണ്, ഇതൊക്കെ തന്നെയാണ് കലോത്സവ വേദിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ശിഷ്യയ്ക്ക് കാവലായി ഗുരു എത്തുന്നു. ഒരു സ്നേഹബന്ധത്തിനപ്പുറം കഴിവുള്ള മക്കളെയെല്ലാം തന്നെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.